നാട്ടകങ്ങളിലെ കുളങ്ങളൊക്കെ അനാഥമാണെന്ന് ജലക്ഷാമം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും പലയിടങ്ങളിലും ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. 118 കുളങ്ങൾ ഉണ്ടായിട്ടും ഈ വേനലിലും ജലക്ഷാമം നേരിടുകയാണ് കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത്. വിശാലമായ വയലിന്റെ ഓരത്തെ കുളങ്ങളും കുളക്കരകളും ഇന്ന് ശൂന്യമാണ്. കുട്ടികളും നാട്ടുകാരും ഇവിടെ നിന്ന് കരകയറിപ്പോയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് കാലത്തിന്റെ അനിവാര്യതയായിരിക്കാം. പല കുളങ്ങളും സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിലാണ്. 118 കുളങ്ങളുള്ള ഒരു പഞ്ചായത്താണ് കരിവെള്ളൂർ പേരളം പഞ്ചായത്ത്. എന്നിട്ടും ഇവിടെ പലയിടങ്ങളിലും ജലക്ഷാമം നേരിടുന്നു എന്നതാണ് ഏറെ വൈരുദ്ധ്യം. കടുത്ത വേനലിലും കുളങ്ങളിലൊക്കെയും ധാരാളം വെള്ളമുണ്ട് താനും. പഞ്ചായത്തിലെ ഓരോ വാർഡിലും 2-3 പൊതുകുളങ്ങൾ തന്നെയുണ്ട്. ഇവയൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ പ്രയോജനപ്പെടുത്താനോ സാധിക്കുന്നുമില്ല. ഓരോ വേനലിലും രാവിലെയും വൈകുന്നേരവും വെള്ളം കൊണ്ടുവരുന്ന വണ്ടികളെയും കാത്തിരിക്കുകയാണ് നമ്മൾ. കുളങ്ങളെ സംരക്ഷിക്കുന്നതിനും അവയെ വേണ്ടവിധം പരിപാലിക്കുന്നതിനും നാം മറന്നുപോയിരിക്കുന്നു. പടവുകൾ പൊട്ടിയ, കാടുകൾ മൂടിയ, പായലുകൾ നിറഞ്ഞ, അഴുക്കുവെള്ളമുള്ള നിരവധി കുളങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഈ ജലസംഭരണികളെല്ലാം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഓരോ കുളങ്ങളെയും പുനർജീവിപ്പിച്ച് ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാവുന്നതുമാണ്. നിരവധി കുളങ്ങളും തോടുകളുമുള്ള കരിവെള്ളൂർ പേരളം പഞ്ചായത്ത് അധികാരികൾ ഒന്ന് മനസ്സുവെച്ചാൽ തീരുന്നതാണ് ഇവിടുത്തെ ജലപ്രതിസന്ധി. അങ്ങനെയായാൽ വീണ്ടും ഇവിടുത്തെ കുളങ്ങൾ പളുങ്കുവെള്ളം കൊണ്ട് നിറയുമെന്നും കുട്ടികളും മുതിർന്നവരും വീണ്ടും കുളങ്ങൾ തേടിയെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.